ഡിസംബർ 27-ാം തീയതി ഐഷുവിൻ്റെ ബർത്ത്ഡേക്ക് ഐഷുവിന് സർപ്രൈസ് കൊടുക്കുന്നതിന് വേണ്ടി ഞാൻ നിക്കിയുമായി തുടങ്ങിയ പരിപാടി ഒടുവിൽ ഐഷുവിനും നിക്കിക്കും സർപ്രൈസായി. രണ്ടുപേരും ഞെട്ടി വണ്ടറടിച്ചു. രാത്രി 12 മണിക്ക് എന്നെ ആരും വിളിച്ച് ബർത്ത്ഡേ വിഷ് ചെയ്യേണ്ട എന്ന ഐഷുവിൻ്റെ നിർദ്ദേശത്തെ ഞങ്ങൾ ശിരസാവഹിച്ചു. എല്ലാവരും പതിവ് പോലെ ഉമ്മയൊക്കെ കൊടുത്ത് ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞ് കിടന്നുറങ്ങി. ഞാനും നിക്കിയും രാത്രി 10:30 ഉണർന്ന് ഐഷു അറിയാതെ മുൻകൂട്ടി വാങ്ങി വെച്ചിരുന്ന സാധനങ്ങളൊക്കെ എടുത്ത് മുറിയൊക്കെ അലങ്കരിക്കാൻ തുടങ്ങി. ഇതേ സമയത്ത് ഞാനും ഐഷുവും കൂടി മറ്റൊരു പ്ലാനിങ് നടത്തിയിരുന്നു. നിക്കി അറിയാതെ നിക്കിക്ക് കൊടുക്കാൻ ഒരു ഡ്രസ്സ് വാങ്ങി. നിക്കി കാണാതെ അത് ഒളിപ്പിച്ചു വയ്ക്കുകയും ചെയ്തു. ചില സാങ്കേതിക കാരണങ്ങളാൽ നിക്കിയുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ കഴിഞ്ഞില്ലായിരുന്നു. ആ ഒരു വിടവ് ഇന്ന് നികത്താമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഐഷുവിനോട് ഞാൻ പറഞ്ഞിരുന്നത് 12 മണിക്ക് മോളെ അച്ഛൻ വിളിക്കാമെന്നും മമ്മിക്ക് നമുക്ക് ഒരുമിച്ച് സർപ്രൈസ് കൊടുക്കാമെന്നുമാണ്. നിക്കിക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. അങ്ങനെ രണ്ടുപേർക്കും സർപ്രൈസ് കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു. ഇനി തുടർന്നുള്ള വീഡിയോയിൽ അവരുടെ എക്സ്പ്രഷനാണ് നിങ്ങൾ കാണേണ്ടത്. പല തവണകളായി ഐഷു പറഞ്ഞ ഓരോരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ആ ദിവസം ഒരുമിച്ച് കൊടുക്കാം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ രാത്രി 12 മണിക്ക് ഐഷുവിനെ വിളിച്ച് ഉണർത്തുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ സമ്മാനങ്ങളെല്ലാം ടേബിളിൻ്റെ മുകളിൽ സെറ്റ് ചെയ്തു. റൂമൊക്കെ അങ്ങ് അലങ്കരിച്ചു. ഓക്കെ, അപ്പോൾ എല്ലാം സെറ്റ്. രാത്രി 12 മണിയാവാൻ പോകുന്നു. നമുക്ക് ഐഷുവിനെ വിളിച്ചുണർത്താം. ഐഷു അമ്മയും നല്ല ഉറക്കത്തിലാണ് ഗൈസ്. ഉറക്കം ഡിസ്റ്റർബ് ചെയ്യുക എന്നത് അത്ര നല്ല കാര്യമല്ല എങ്കിലും ഒരു ദിവസത്തേക്കല്ലേ, സാരമില്ല. ഐഷു ഞെട്ടാൻ പോവുകയാണ്. കാരണം ഞാൻ മോളെ വന്ന് വിളിക്കാമെന്നും എന്നിട്ട് മമ്മിക്ക് മോളുടെ വകയായിട്ടൊരു ഗിഫ്റ്റ് കൊടുത്ത് നമുക്കൊരു സർപ്രൈസ് കൊടുക്കാമെന്നൊക്കെ ആയിരുന്നു ഞാൻ പറഞ്ഞു വെച്ചിരുന്നത്. പക്ഷേ നിക്കി എന്നെ ഒപ്പം കണ്ടപ്പോൾ ഐഷു ഞെട്ടി. എന്താണ് നടക്കുന്നതെന്ന് ഐഷുവിന് ശരിക്കും അങ്ങോട്ട് മനസ്സിലായില്ല. ഹാപ്പി ബർത്ത്ഡേ ഫോർ യു. വാ, നമുക്ക് കുറുക്കുറയൊക്കെ കഴിക്കാം. നമുക്ക് കുറുക്കുറ. ഞാൻ ഐഷുവിനെ പൊക്കെടുത്ത് റൂമിൻ്റെ പുറത്തേക്കെത്തി. കിടക്കാൻ പോയപ്പോൾ കണ്ട മുറിയേ അല്ലല്ലോ എന്ന് ഐഷു അത്ഭുതപ്പെട്ടു. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സർപ്രൈസ് ഐഷുവിന് കൊടുക്കുന്നത്. അമ്മയും സർപ്രൈസ്ഡായി. എപ്പോഴാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്തതെന്ന് അമ്മ ചോദിച്ചു. ഐഷുവിന് വേണ്ടി ഞാൻ വാങ്ങിയ ഒരു കുഞ്ഞു ഡോള് മോൾക്ക് ഞങ്ങളെല്ലാം ചേർന്ന് ഗിഫ്റ്റ് ചെയ്തു. അമ്മയും കൊണ്ട് മോൾക്ക് ഗിഫ്റ്റ് കൊടുപ്പിച്ചു. ഇനി നിക്കിക്കുള്ള സർപ്രൈസ്. ഞാനും ഐഷുവും കൂടി നിക്കി അറിയാതെ വാങ്ങിയ ഗിഫ്റ്റ് ഒളിപ്പിച്ച് വെച്ചിരുന്ന സ്ഥലത്ത് നിന്ന് എടുത്തുകൊണ്ട് വരാനായിട്ട് പോയി. ഞങ്ങൾ പോയപ്പോഴത്തേക്ക് അമ്മയും നിക്കിയും കണ്ണടച്ച് നിൽക്കാൻ പറഞ്ഞു. നിക്കി ഒരിക്കലും പ്രതീക്ഷിച്ച് കാണില്ല ഇങ്ങനെ ഒരു ഗിഫ്റ്റ്. ഒരിക്കൽ ആർപി മോളിൽ വെച്ചിട്ട് അവൾ കണ്ടിഷ്ടപ്പെട്ട ഒരു കാര്യം വാങ്ങാനാണ് ഞങ്ങൾ പോയത്. പക്ഷേ അത് മിസ്സായിപ്പോയി. അതുപോലെയുള്ള ഒരു ഗിഫ്റ്റാണ് ഞാൻ നിക്കിക്ക് വേണ്ടി വാങ്ങിയത്. ഗിഫ്റ്റ് മമ്മിക്ക് വേണ്ടി സെലക്ട് ചെയ്തത് ഐഷു തന്നെയാണ്. നിക്കിയുടെ ബർത്ത്ഡേ കഴിഞ്ഞ തവണ ആഘോഷിക്കാൻ കഴിയാത്തതുകൊണ്ട് ആ വിടവ് നികത്തുന്നതിന് വേണ്ടി ഞങ്ങളൊരു കേക്ക് വാങ്ങി. അത് ഇരുവരും ചേർന്ന് കട്ട് ചെയ്യുകയും ചെയ്തു.
ഗായ്സ്, ഇനി നിക്കിയുടെ വകയായിട്ട് കുറച്ച് ഭാവപ്രകടനങ്ങൾ. സന്തോഷാശ്രുക്കൾ ധാരധാരയെ അങ്ങനെ ഒഴുകാൻ തുടങ്ങുകയല്ലേ. Happy birthday